Hi students, good morning. Today I discussing about the transformer. Transformer is very important. Okay. Then transformer is a device which transforms electric energy from one circuit to another circuit without a change in frequency but a change in voltage. Okay. ഇവിടെ ഓർമ്മിക്കേണ്ടത് ഇതാണ് സർക്യൂട്ട്, ഇതൊരു വേറെ സർക്യൂട്ട്. ഈ സർക്യൂട്ടിൽ നിന്ന് എനർജി ഒരു സർക്യൂട്ട് മറ്റൊരു സർക്യൂട്ടിലേക്ക് മാറുക, എനർജിയെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യുക, മാറ്റുക. ആ പ്രതിഭാസമാണ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇതാണ് നമുക്ക് മനസ്സിലാക്കണം അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ഈ ഇത് കണ്ടില്ലേ, ട്രാൻസ്ഫോമർ ഇത് കണ്ടില്ലേ. ഈ ട്രാൻസ്ഫോമറിൽ ഇത് പ്രൈമറിയാണ്, കാരണം ഇത് ഈ പ്രൈമറി കോയിൽ എന്ന് പറയും. ഈ പ്രൈമറി കോയിലിൽ AC സോഴ്സ് ഉണ്ടെന്ന്, ബാറ്ററി ഉണ്ടെന്ന് അർത്ഥം. ഇതിൽ കോപ്പർ വയറിൻ്റെ ചുറ്റുകളാണ്. ഈ ചുറ്റും നമ്പർ ഓഫ് ടേൺസ് കുറവാണ്. ഇതും കോപ്പർ വയറിൻ്റെ ചുറ്റുകളാണ്. അപ്പോൾ നമ്പർ ഓഫ് ടേൺസിൻ്റെ ഇതിലാണ് ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ടേൺസ്. ഇത് നമ്പർ ഓഫ് ടേൺസ് കുറവാണ്. ഇത് പ്രൈമറിയാണ്, ഇത് സെക്കൻഡറി കോയിലാണ്. ഇത് ഇൻപുട്ടാണ്, ഇത് ഔട്ട്പുട്ട്. ഇവിടെ കൊടുത്താൽ ആൻസർ എവിടെ കിട്ടും? ഔട്ട്പുട്ട് കിട്ടും. അതാണ് ഇതിന് നമുക്ക് കൺസ്ട്രക്ഷൻ പറയണം. ആ ട്രാൻസ്ഫോമർ പഠിക്കുന്നത് ഇത് സർക്യൂട്ട് ക്ലോസ് ആകുമ്പോൾ ഈ ഇലക്ട്രിക് എനർജി, ഇവിടുത്തെ ഇലക്ട്രിക് എനർജി സെക്കൻഡറിയിലേക്ക് വരും. ആ ട്രാൻസ്ഫോർമേഷന് പറയുന്ന പേരാണ്, ട്രാൻസ്ഫറിന് പറയുന്ന പേരാണ് ട്രാൻസ്ഫോമർ. ഓക്കെ, ഇവിടുത്തെ ഇലക്ട്രിക് എനർജി അതേപോലെ ഇവിടുത്തെ കൺവേർട്ട് ചെയ്യും, സെക്കൻഡറിയിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇത് പ്രൈമറി കോയിൽ, ഇത് സെക്കൻഡറി കോയിലാണ്. അപ്പോൾ നമുക്ക് ട്രാൻസ്ഫർ കൺസ്ട്രക്ഷൻ പറയണം. കൺസ്ട്രക്ഷൻ പറയുമ്പോൾ ഡയഗ്രം നോക്കിയിട്ട് കാര്യങ്ങൾ പറയുന്നതിനാണ് കൺസ്ട്രക്ഷൻ എന്ന് പറയും. ഓക്കെ, ട്രാൻസ്ഫോമർ കൺസിസ്റ്റ് ഓഫ് 2 കോയിൽസ്, പ്രൈമറി ആൻഡ് സെക്കൻഡറി കോയിൽ, wound over a magnetic iron core. Coil to which electric energy is supplied is called primary coil. Coil from electric energy is drawn is called secondary coil. അതായത് പ്രൈമറി കോയിൽ നിന്നാണ് എനർജി ഇങ്ങോട്ടേക്ക് സപ്ലൈ ചെയ്ത് വിതരണം ചെയ്ത് അത് സ്വീകരിക്കുന്നതാരാണ്? സെക്കൻഡറി കോയില എന്നർത്ഥം. ഓക്കെ, ഇപ്പോൾ ഓർമ്മിക്കേണ്ടത് ആദ്യം ട്രാൻസ്ഫോമർ കൺസിസ്റ്റ് ഓഫ് 2 കോയിൽസ്, പ്രൈമറി കോയിൽ ആൻഡ് സെക്കൻഡറി കോയിൽ. ഇത് പ്രൈമറി, ഇത് സെക്കൻഡറി ആണ്. വൂണ്ട് ഓവർ എ മാഗ്നറ്റിക് അയോൺ കോർ അല്ലേ, അതായത് ഈ 2 കോയിലിന് മാഗ്നറ്റിക് അയോൺ കോർ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു എന്നർത്ഥം. പ്രൈമറി കോയിൽ, ഇത് സെക്കൻഡറി കോയിൽ. ഓക്കെ, ഇനി നമ്പർ ഓഫ് ടേൺസ് ഇൻ ദി സെക്കൻഡറി ഈസ് ഗ്രേറ്റർ ദൻ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദി പ്രൈമറി. പ്രൈമറിനേക്കാൾ ചുറ്റുകളുടെ എണ്ണം കൂടുതലായിരിക്കാണ് സെക്കൻഡറിയിലാണ് ഉള്ളത്. ഓക്കെ, നമുക്ക് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം നോക്കാം. ഇതാണ് നമുക്ക് പറയുന്നത്. അപ്പോൾ ആദ്യം പറയേണ്ടത് പറയേണ്ടത് ട്രാൻസ്ഫോമർ ഇസ് എ ഇലക്ട്രിക്കൽ ഡിവൈസ് വിച്ച് ട്രാൻസ്ഫോഴ്സ് ഇലക്ട്രിക് എനർജി ഫ്രം വൺ സർക്യൂട്ട് ടു അനദർ സർക്യൂട്ട് വിത്തൗട്ട് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ബട്ട് ചേഞ്ച് ഇൻ വോൾട്ടേജ്. വോൾട്ടേജ് മാറിയിട്ട് ഒരു സർക്യൂട്ടിൽ നിന്ന് മറ്റൊരു സർക്യൂട്ടിലേക്ക് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്ന, കൺവേർട്ട് ചെയ്യുന്ന ഒരു ഉപകരണമാണ് ട്രാൻസ്ഫോമർ. ഓക്കെ, കൺസ്ട്രക്ഷൻ പറയുമ്പോൾ ട്രാൻസ്ഫോമർ കൺസിസ്റ്റ് ഓഫ് 2 കോയിൽസ്, പ്രൈമറി കോയിൽ ആൻഡ് സെക്കൻഡറി കോയിൽ, വൂണ്ട് ഓവർ എ മാഗ്നറ്റിക് അയൺ കോർ. ഈ ട്രാൻസ്ഫോമറിൽ 2 കോയിലാണുള്ളത്. ആ 2 കോയിൽ, ഒരു കോയിൽ പ്രൈമറിയാണ്, മറ്റൊരു കോയിൽ സെക്കൻഡറി കോയിലാണ്. ഇതിനെ പൊതിഞ്ഞിട്ടുണ്ട് അയൺ കോറുണ്ട് അർത്ഥം. ഇനി കോയിൽ ടു വിച്ച് ഇലക്ട്രിക് എനർജി ഈസ് സപ്ലൈഡ് ഈസ് കോൾഡ് പ്രൈമറി കോയിൽ. കോയിൽ ഫ്രം ദി ഇലക്ട്രിക് എനർജി ഈസ് ഡ്രോൺ ഈസ് കോൾഡ് സെക്കൻഡറി കോയിൽ. അതായത് പ്രൈമറി കോയിലിന് എനർജി വിതരണം ചെയ്യുകയും അതുപോലെ സെക്കൻഡറി കോയിലിൽ എനർജിയെ സ്വീകരിക്കുകയും ചെയ്യുന്നു. അതാണ്. യെസ്, ഓക്കെ. ഇനി ഇപ്പോൾ എഡിനോട് ടു മിനിമൈസ് ദി ലോസ് ഓഫ് എഡി കറണ്ട്, എഡി കറണ്ടിൻ്റെ കുറക്കാൻ വേണ്ടി അല്ലേ, in order to minimize the loss of eddy current, എഡ്ഡി കറണ്ട് നഷ്ടം. എഡ്ഡി കറണ്ട് കുറഞ്ഞാൽ സർക്കിൾ ഷേപ്പിൽ കറണ്ട് ഉണ്ടാവില്ല. അത് മിനിമൈസ് ചെയ്യാൻ വേണ്ടി വേണ്ടിയാണ് നമ്മൾ ഇവിടെ അയൺ കോർ ഉപയോഗിക്കുന്നത് അല്ലേ. in order to minimize the loss of electric current
മാഗ്നറ്റിക് കോർ ഈസ് അപ്ലൈഡ് ഓൺ ഇറ്റ്. മാഗ്നറ്റിക് അയൺ കോർ കൊടുക്കുന്നത് അതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ്? ഡി കറണ്ട് കുറഞ്ഞു വരുന്നത്, സർക്കിൾ ഷേപ്പിലെ കറണ്ട് ഇതിൻ്റെ ഉള്ളിൽ കുറഞ്ഞു വരും. അതിന് ഇല്ലാതെ കുറയുന്നത് കൂട്ടാൻ വേണ്ടി നമ്മൾ മാഗ്നറ്റിക് അയൺ കൊടുക്കുന്നു. യെസ്. ഇനി നമ്മൾ പ്രൈമറി കോയിൽ എ സി സോഴ്സുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവും. ഇത് കോപ്പർ വയറാണ്. അപ്പോൾ കോപ്പർ വയറിൽ ഫ്രീ ഇലക്ട്രോൺ ഉണ്ടാവും. ഫ്രീ ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ചാർജ് പാർട്ടിക്കിൾ, ഏതോ ചാർജ് പാർട്ടിക്കിളും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവും. മാഗ്നറ്റിക് ഫ്ലക്സ്, ഇവിടെയുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് നേരെ അവിടത്തേക്ക് വരുന്നു. ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ പോസിറ്റീവ് നെഗറ്റീവിനുള്ള ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് വന്ന ഉടനെ ഇവിടെ ഔട്ട്പുട്ടിൽ എന്തുണ്ടാവും? കറണ്ട് ഉണ്ടാവും. കറണ്ട്, അതാണ് വോൾട്ട് ഇൻഡ്യൂസ്ഡ് കറണ്ട്. അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവും, ഇവിടെ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവും. ഓക്കെ. അപ്പോൾ പ്രൈമറി കോയിലിൽ മാഗ്നറ്റിക് ഫ്ലക്സ് മാറുമ്പോൾ സെക്കൻഡറിയിൽ എന്തുണ്ടാവും? ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകുന്ന ഒരു സ്ഥലത്ത് മാഗ്നറ്റിക് ഫ്ലക്സും മറ്റൊരു സ്ഥലത്ത് ഇൻഡ്യൂസ്ഡ് കറണ്ടും ഉണ്ടായാൽ അത് പ്രതിഭാസമാണത് മ്യൂച്വൽ ഇൻഡക്ഷൻ. അപ്പോൾ ഇവിടുത്തെ പ്രിൻസിപ്പിൾ മ്യൂച്വൽ ഇൻഡക്ഷനാണ്. ഒരു കോയിൽ മാഗ്നറ്റിക് ഫ്ലക്സ് മാറുമ്പോൾ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകും. അപ്പോൾ രണ്ടാമത്തെ നെയ്ബറിങ് കോയിലിൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകും, ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവും. അപ്പോൾ സെക്കൻഡറിയിൽ ഇൻഡ്യൂസ്ഡ് കറണ്ടും പ്രൈമറിയിൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. ആ പ്രതിഭാസമാണ്, ഫിനോമിനാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. അപ്പോൾ ഇതിൻ്റെ പ്രിൻസിപ്പിൾ മ്യൂച്വൽ ഇൻഡക്ഷനാണ്. ഇനി കോയിൽ ടു വിച്ച് നമുക്ക് കൺസിഡർ കോയിൽ ഈസ് കണക്റ്റഡ് ടു ദി പ്രൈമറി, അല്ലേ? കൺസിഡർ പ്രൈമറി കോയിൽ ഈസ് കണക്റ്റഡ് ടു ദി ആൾട്ടർനേറ്റീവ് സോഴ്സുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ഇൻ ദി കോയിൽ. Therefore, induced EMF is produced in the coil. This magnetic flux and induced EMF transferred to the secondary coil. Then induced current produced in the secondary coil. Okay. സെക്കൻഡറി കോയിലിൽ എന്തുണ്ടാവും? ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഇതാണ് നമുക്ക് പറയേണ്ടത്. അപ്പോൾ എന്താ പറയേണ്ടത് നോക്കുക. ആദ്യം എന്താണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്? ട്രാൻസ്ഫോമർ എന്ന് പറയാം, എന്നിട്ട് പ്രിൻസിപ്പിൾ പറയാം, പിന്നെ കൺസ്ട്രക്ഷൻ പറയാം, പിന്നെ വർക്കിംഗ് പറയണം. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഇവിടുന്ന് ഒരു ഇലക്ട്രിക് എനർജി എവിടത്തേക്ക് വരുന്ന? സെക്കൻഡറിയിലേക്ക് വരുന്ന ആ ഡിവൈസാണ് ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമറിൽ ഒന്നിൽ ഇവിടെ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുമ്പോൾ ഈ സർക്യൂട്ടിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവും. ആ ഫിനോമിന എന്ന് പറയുന്നതിനാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. അപ്പോൾ ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ്? മ്യൂച്വൽ ഇൻഡക്ഷനാണ്. യെസ്. ഇനി ഇങ്ങനെ കാര്യങ്ങളെ നമുക്കൊന്ന് പറയാൻ ശ്രദ്ധിക്കാം. ഓക്കെ. ട്രാൻസ്ഫോമർ ഈസ് എ ഇലക്ട്രിക്കൽ ഡിവൈസ് വിച്ച് ട്രാൻസ്ഫോംസ് ഇലക്ട്രിക് എനർജി ഫ്രം വൺ സർക്യൂട്ട് ടു അനദർ സർക്യൂട്ട് വിത്തൗട്ട് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ബട്ട് ചേഞ്ച് ഇൻ വോൾട്ടേജ്. ഇനി പ്രിൻസിപ്പിൾ പറയുമ്പോൾ പ്രിൻസിപ്പിൾ മ്യൂച്വൽ ഇൻഡക്ഷൻ. ഒരു കോയിൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും, മറ്റു കോയിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട്. അതാണ് ഇറ്റ് ഒബേസ് മ്യൂച്വൽ ഇൻഡക്ഷൻ. അതാണ് പ്രിൻസിപ്പിൾ. ഓക്കെ. ഇനി കൺസ്ട്രക്ഷൻ എന്തെങ്കിലും പറയാം. ട്രാൻസ്ഫോമർ കൺസിസ്റ്റ് ഓഫ് 2 coils, primary coil and secondary coil, wound over a magnetic iron core. Coil to which energy is supplied, that is primary coil. Coil from the electric energy is drawn. This coil is known as secondary coil. Yes. In the number of turns in the secondary is greater than number of turns in the primary. That is known as step-up transformer. അതായത് സെക്കൻഡറിയിൽ ടേണുകൾ കൂടുതലാണെങ്കിൽ പ്രൈമറിയേക്കാൾ കൂടുതൽ ടേണാണ് സെക്കൻഡറിയിലെങ്കിൽ അപ്പോൾ അതിന് പറയുന്ന പേരാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ റൈസസ് ദി വോൾട്ടേജ്, ഇൻക്രീസസ് ദി വോൾട്ടേജ് വർദ്ധിപ്പിക്കുന്നതാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. In number of turns in the secondary is smaller than number of times in the primary, that is step down transformer. അതേ പ്രൈമറിയേക്കാൾ നമ്പർ ഓഫ് ടേൺസുകളുടെ എണ്ണം കുറവാണെങ്കിൽ ദാറ്റ് ഈസ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ഇഫ് ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദി സെക്കൻഡറി ഈസ് സ്മോളർ ദാൻ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദി പ്രൈമറി, അല്ലേ? പ്രൈമറി ഇസ് നോൺ ആസ് ദ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ lowers the voltage.
സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ലോവേഴ്സ് ദി വോൾട്ടേജ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്കിവിടെ മനസ്സിലാക്കേണ്ട വർക്കിംഗ് പറയണം. വർക്കിംഗ് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്, കൺസിഡർ പ്രൈമറി കോയിൽ ഈസ് കണക്റ്റഡ് ടു ദി ഓൾട്ടർനേറ്റീവ് സോഴ്സ്. ഇൻഡ്യൂസ് മാഗ്നറ്റിക് ലിങ്ക്ഡ് വിത്ത് എ കോയിൽ. ലിങ്ക്ഡ് വിത്ത് എ കോയിൽ. ഈ പ്രൈമറി പ്രൈമറി കോയിലിലെ ചുറ്റുകളുടെ എണ്ണം N1, സെക്കൻഡറി കോയിലിലെ ചുറ്റുകളുടെ എണ്ണം N2. പ്രൈമറി കോയിലിലെ വോൾട്ടേജ് V1, ഇതിലെ വോൾട്ടേജ് V2. ഇതിൻ്റെ മാഗ്നറ്റിക്സ് Φ1, ഇതിൻ്റെ മാഗ്നറ്റിക്സ് Φ2. ഓക്കെ, അപ്പം എന്താ മനസ്സിലാക്കണ്ടേ? എന്താ പ്രൈമറി കോയിൽ ഈസ് കണക്റ്റഡ് ടു ദി ആൾട്ടർനേറ്റീവ് സോഴ്സ്. പ്രൈമറി കോയിൽ സോഴ്സുമായി കണക്ട് ചെയ്യുമ്പോൾ magnetic flux produced in the primary coil. Magnetic flux produced in the primary coil Φ1 is equal to BAN1. Okay, B is the magnetic field, A is the area, N is the N1 is the number of turns in the primary. Any what the magnetic flux is on. This magnetic flux transfers from primary to secondary. Then secondary magnetic flux produced in the secondary Φ2 is equal to BAN2. BAN2. This is number 1. This is number 2. 2 divided by 1. That is 2 divided by 1. That is Φ2 by Φ1 is equal to BAN2 by BAN1. BAN1. BA cancel. Then Φ2 by Φ1 is equal to N2 by N1. N2 by N1. This is number 3. Okay. This is number 3. Okay, next, by applying Faraday's law of electromagnetic induction, you can find out Φ2. Then Φ2 magnetic flux produced in the secondary Φ2 is equal to Φ2 കണ്ടുപിടിക്കാം. അപ്പോൾ N2 by N1 divided by into Φ1. ഇതാണ് അപ്പോൾ magnetic flux in the secondary. അപ്പോൾ സമയം മാറുമ്പോൾ magnetic flux മാറുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് dφ2 Φ2 സ്ഥാനത്ത് dφ2 divided by dt is equal to N2 by N1 into Φ1 dφ1 by dt. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ഇങ്ങനെ വരും അല്ലേ. നെക്സ്റ്റ് നമുക്ക് ഇത് തന്നാൽ dt ക്യാൻസൽ അല്ലേ. dφ1 divided by dt. This is number 5 or 5. No 5 അല്ല 4 അല്ലേ. ഇനി എന്താ ഇവിടെ മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ഇവിടെ എന്തുണ്ടാവും? ഇൻഡ്യൂസ് ഡി എം എഫ് ഉണ്ടാവും. ഇൻഡ്യൂസ് ഡി എം എഫ് കാണുമ്പോൾ എന്താണ്? ഈസിക്കൽ ടു dφ by dt ആണ്. അങ്ങനെയാണെങ്കിൽ ഇൻഡ്യൂസ് ഡി എം എഫിൻ്റെ പ്രൈമറി കാണുമ്പോൾ V1 അതാണ്. V1 is equal to dφ1 divided by dt ആണ്. dφ1 divided by dt. This induced EMF transfer to the secondary. That is EMF in the secondary. V2 is equal to dφ2 by dt. This is number 5. This is number 6. Okay. Divided by 6 divided by 5. 6 divided by 5. Then V2 by V1 is equal to dφ2 by dt by dφ1 divided by dt. Therefore dφ2 by dt into dt by dφ1. Can you understand? And dt cancel. Okay. dt cancel. As dt cancel, then next step, then you can find out V2 by V1 is equal to dφ2 by dt. Okay, V2 by V1 is equal to dφ2 by dφ2 by dφ1. dφ2 by dφ1. dφ2 by dφ1. Okay, it doesn't cancel out. Yes. Then this equation number through 7. Okay, next dφ2 by dt. Then next you can find out this one. Then next you can find out dφ2. V2 by V1 into dφ1
is equal to d phi 2. Therefore d phi 2 ഇത് d phi 2 ആണ്. അപ്പോൾ phi 1 ഇങ്ങോട്ട് വരും. d phi 2 is equal to v2 by v1 d phi 1. d phi 1. Then next d phi 2 by dt is equal to by dt on divide ചെയ്യാം. v2 by v1 into d phi 1 divided by dt. Okay. This equation number നമുക്ക് എത്ര കൊടുക്കാമെന്നാൽ 8 എന്ന് കൊടുക്കുക. 8. Equation number 8. Equation number 8. Substitute 18 എന്താണ് 18 4. Substitute 8 in 4. 8 എടുത്തിട്ട് 4 കൊടുക്കുക. 4 d phi 2 by dt എന്താണ് v2 by v1 into d phi 1 by dt is equal to n2 by n1 into d phi by 1 divided by dt. But d phi by dt cancel, d phi by 1 divided by dt cancel. Okay, next. Yes, next പറയുമ്പോൾ then v2 by v1 is equal to n2 by n1. Okay, yes. This equation number എത്രയാണ് 8 9. ഇനി ഔട്ട്പുട്ട് പവർ is equal to ഇൻപുട്ട് പവർ. ഇവിടുത്തെ പറഞ്ഞ ഇൻപുട്ടിൽ എത്രമാത്രം പവർ ഉണ്ടോ അതേ പവർ ഔട്ട്പുട്ട് കിട്ടും. അതാണ് എഫിഷ്യൻസി ഓഫ് ട്രാൻസ്ഫോമർ. Efficiency of transformer is defined as the ratio of the output power to the input power. The output power P1 is equal to P2. P1 is the input power, P2 is the output power. Power കാണാൻ ലൊക്കേഷൻ എന്താണ് V1 I1 is equal to V2 I2. Okay. Power കാണാൻ ലൊക്കേഷൻ power is equal to voltage into current down. Yes. അപ്പോൾ V1 I1. Then next to find out V2 by then V2 by V1. Okay. Then you can find out I2 by I1. Okay. V2 by V1. Then V2 is equal V2 I2 is equal to V1 I1. Therefore V2 is equal to V2 then I2 by I1. No. V2 by V1 is equal to I1 by I2. You can find out V2 by V1. From V2 by V1. This equation number 10. V2 by V1 is equal to I2 by I1 by I2. ഇനി നമുക്കറിയാം V2 by V1. നോക്കാം V2 by V1. അപ്പോൾ V2 by V1 എന്ന സ്ഥാനത്ത് ഒരു N2 then n എന്താ V2 by V1 is equal to എന്താ ഇവിടുന്ന് N2 by N1 is equal to V2 by V1. ഇക്വേഷൻ ഇങ്ങനെ എഴുതാം അല്ലേ. number of turns in the secondary is equal to number of turns in the secondary is equal to voltage in the secondary. Number of turns in the primary is equal to voltage in the primary. അതായത് നമ്പർ ഓഫ് ടേൺസ് സെക്കൻഡറിയിലുണ്ടെങ്കിൽ അതിന് തുല്യമായിട്ട് വോൾട്ടേജ് ഉണ്ടാവും എന്നർത്ഥം. അപ്പോൾ N2 by N1 is equal to V2 by V1. Therefore V2 by V1 എന്ന് പറയുമ്പോൾ എന്താ I1 by I2. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് കൂടുമ്പോൾ വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് കുറയും. ഇതാണ് ഇക്വേഷൻ. ലാസ്റ്റ് കിട്ടിയ ഇക്വേഷൻ ഇതാണ്. ചെയ്ത് പഠിക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, ഇതാണ് എന്ത് ഇക്വേഷൻ. N2 by N1 is equal to V2 by V1 is equal to I1 by I2. ഓക്കെ, ഇതാണ് ലാസ്റ്റ് കിട്ടിയ ഇക്വേഷൻ അല്ലേ. ഇതിൻ്റെ അർത്ഥം നമ്പർ ഓഫ് ടേൺസ് ഇൻ ദി സെക്കൻഡറി ഇസ് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദി secondary is equal to the voltage in the secondary. Then number of turns increases, voltage increases, then current decreases. ഇതാണ് ടേൺ റേഷ്യോ. N2 by N1 എന്ന് പറഞ്ഞാൽ ടേൺ റേഷ്യോ. V2 by V1 എന്ന് പറയുമ്പോൾ വോൾട്ടേജ് റേഷ്യോ. I1 by I2 എന്ന് പറഞ്ഞാൽ എന്താ കറണ്ട് റേഷ്യോ. ഓക്കെ, ഇപ്പോൾ ഓർമ്മ ട്രാൻസ്ഫോമർ പഠിച്ചിട്ട് ട്രാൻസ്ഫോമർ വെച്ച് ഈ ഡയഗ്രം വരയ്ക്കുക, എന്നിട്ട് കാര്യങ്ങൾ പറയാം. ഓക്കെ, ഡെറിവേഷൻ ഒന്ന് മനസ്സിലാക്കി എടുക്കണം. അപ്പോൾ ട്രാൻസ്ഫോമർ ഈസ് എ ഇലക്ട്രിക്കൽ ഡിവൈസ് വിച്ച് ട്രാൻസ്ഫേഴ്സ് ഇലക്ട്രിക് എനർജി ഫ്രം
one circuit to another circuit without change in frequency but change in voltage. Principle, it obeys mutual induction. Then construction. Then the transformer consists of two coils, primary coil and secondary coil. Coil to which electrical energy is supplied is called the primary coil. Coil from which electrical energy is drawn is called the secondary coil. In order to minimize the loss of eddy current, magnetic iron core is produced or applied. അതായത് എഡ്ഡി കറണ്ട് കുറക്കാൻ വേണ്ടിയിട്ട് എന്താണ് നഷ്ടം കുറക്കാൻ വേണ്ടി എന്തിനെ മാഗ്നറ്റിക് അയൺ കോർ ആഡ് ചെയ്യുന്നു. നെക്സ്റ്റ് അത് പറഞ്ഞ ശേഷം നമുക്ക് പറയാം എന്താ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദി സെക്കൻഡറി ഈസ് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദി പ്രൈമറി. ദാറ്റ് ഈസ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ increases the voltage. A number of turns in the secondary is smaller than number of turns in the primary. That is known as step-down transformer. Step-down transformer lowers the voltage കുറക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ N2/N1 ടേൺ റേഷ്യോ, N2/N1 is turn ratio. In working, primary coil is connected to the alternating source. Then magnetic flux produced in the primary coil. This magnetic flux transfers to the secondary coil. Therefore, induced EMF produced in the primary coil, then induced current produced in the secondary coil. അപ്പോൾ ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ പ്രൈമറിയിൽ ഉണ്ടാവും, ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ സെക്കൻഡറിയിൽ ഉണ്ടാവും അല്ലേ. അപ്പം തന്നെ ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ഇൻ ദി പ്രൈമറി കോയിൽ, ഇൻഡ്യൂസ് കറണ്ട് പ്രൊഡ്യൂസ് ഇൻ ദി സെക്കൻഡറി കോയിൽ. അപ്പോൾ EMF പ്രൈമറിയിലും കറണ്ട് സെക്കൻഡറിയിലാണ്. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഓൾ മാഗ്നറ്റിക് ഫോഴ്സ് ട്രാൻസ്ഫർ ടു ദി സെക്കൻഡറി. നമുക്കിവിടെ ഓർമ്മിക്കേണ്ട ഇങ്ങനെ പറഞ്ഞ ശേഷം ആദ്യം അവിടുത്തെ മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. അത് പറയണം. Magnetic flux produces in the primary, that is Φ1 is BA_N1. Next, second, then the magnetic flux produced in the secondary, Φ2 is BA_N2. Φ2/Φ1 is BA_N2 divided by BA_N1, then Φ2/Φ1 is equal to N2/N1. You can find out Φ2 is equal to N2/N1 into Φ1. Then Φ2 divided dt is equal to N2/N1 into dφ/N1 divided by dt. Then voltage in the primary V1 is equal to dφ/1 divided by dt, and then voltage in the secondary V2 is equal to dφ2 divided by dt, then V2/V1. Okay, അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അതിന് കിട്ടും. അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് ഔട്ട്പുട്ട് പവർ is equal to ഇൻപുട്ട് പവർ. ഔട്ട്പുട്ട് പവർ ഇൻപുട്ട് പവർ നിങ്ങൾക്കറിയാം. ഇതിന് കാൽക്കുലേഷൻ ഇപ്പോൾ കുറച്ച് മുമ്പേ ചെയ്തതാണ്. എല്ലാം ചെയ്ത് പഠിക്കുക പറയുന്നു. പ്രശ്നമില്ല. എന്തെല്ലാം എഴുതി മനസ്സിലാക്കി പഠിക്കണം നിർബന്ധം. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ച് ട്രാൻസ്ഫോമർ എന്താണെന്ന് പഠിച്ച്, ആ ട്രാൻസ്ഫോമർ എന്താണ് പ്രിൻസിപ്പിൾ പഠിച്ച്, പിന്നെ കൺസ്ട്രക്ഷൻ പഠിച്ച്, കാൽക്കുലേഷൻ പഠിച്ച് അല്ലേ. കാൽക്കുലേഷൻ N2/N1 is V2/V1 is equal to N1 divided by I2. Number of turns in the secondary is greater than number of turns in the secondary is greater than voltage in the secondary. Then yes, number of turns in the primary, the number of turns in the secondary is greater than number of turns in the primary. It's called a step-up transformer. Okay, ഇതെല്ലാം ഈക്വേഷൻ നമ്മൾ കാൽക്കുലേഷൻ ചെയ്തിട്ടില്ലേ, അതേപോലെ ചെയ്ത് പഠിക്കുക. N2/N1 is V2/V1 is I1 divided by I2. This is known as turn ratio, voltage ratio and current ratio. Okay, ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ പവർ ലോസസ് ഇൻ ട്രാൻസ്ഫോമർ. പവർ ലോസസ് ഇൻ ട്രാൻസ്ഫോമർ ഫസ്റ്റ് വൺ ഹീറ്റ് ലോസ്. ഹീറ്റ് നഷ്ടപ്പെടുമ്പോൾ എന്താ പവർ ട്രാൻസ്ഫോമറിൻ്റെ പവർ നഷ്ടപ്പെടും. ഹീറ്റ് ലോസ്, പിന്നെ ഹിസ്റ്ററീസ് ലോസസ്, മാഗ്നറ്റിക് ഫ്ലക്സ് ലോസ്, പിന്നെ എഡി കറണ്ട് ലോസ്. ഇതാണ് പവർ ലോസസ് ഇൻ ട്രാൻസ്ഫോമർ. ഓക്കെ, ഇത്രയും ഭാഗങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. ഓക്കെ, ഇതോടുകൂടി ഈ ചാപ്റ്റർ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ.